ചോദ്യപേപ്പർ ചോർച്ചയിൽ കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജ് പ്രിൻസിപ്പൽ നടത്തിയത് ഗുരുതര ക്രമക്കേടെന്ന് കണ്ണൂർ സർവകലാശാല. പ്രിൻസിപ്പലിന്റെ ഔദ്യോഗിക ഇമെയിലിലേക്ക് മാത്രമാണ് ചോദ്യപേപ്പർ അയച്ചു നൽകിയത് എന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. പ്രിൻസിപ്പൽ അറിയാതെ ഈ ചോദ്യപേപ്പർ ചോരില്ല എന്നാണ് നിഗമനം. കർശന നടപടിയെടുക്കണമെന്ന് സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ വിൻസെന്റ് വി എ 24 പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗസ് എന്ന് വെച്ചാൽ പ്രിൻസിപ്പൾ വന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ അടർത്തിയെടുത്തുകൊണ്ട് അത് ടൈപ്പ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അറിവ് വെച്ച് ഇതിൻ്റെ ഒരു ഒബ്സർവേഷൻ വന്നു കഴിഞ്ഞാൽ, റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ട ആക്ഷൻസ് യൂണിവേഴ്സിറ്റി അതെന്താണെന്നുള്ളത് സിൻഡിക്കേറ്റാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല തീരുമാനിക്കുന്നത്. സിൻഡിക്കേറ്റിൻ്റെ ഒരു അടുത്ത 5-ാം തീയതി സിൻഡിക്കേറ്റ് ഉണ്ട്, അത് പ്ലേസ് ചെയ്യും. അതിൻ്റെ ഒരു തീരുമാനപ്രകാരം എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് സിൻഡിക്കേറ്റ് തീരുമാനിക്കും. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ഇതിൽ ഈ പ്രിൻസിപ്പൽ എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച്? ഇപ്പോൾ പ്രിൻസിപ്പലിന് മാത്രം കിട്ടിയ ചോദ്യപേപ്പർ അത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എത്തിയെങ്കിൽ ഇപ്പോൾ സർവകലാശാല VC പറഞ്ഞതുപോലെ അത് പ്രിൻസിപ്പൽ അറിയാതെ നടക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടാകുമല്ലോ. വിജയകുമാർ, കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിൽ ഈ പരീക്ഷാ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടർ വിൽസൺ വി എ ഇപ്പോൾ നമ്മോട് 24 പ്രതികരിച്ചത്. ഇതിൽ നേരത്തെ തന്നെ സർവകലാശാലയുടെ പ്രത്യേക സ്ക്വാഡ് ആ കോളേജിൽ എത്തുകയും അതിന്റെ അന്വേഷണം നടത്തുകയും ചെയ്തു. അന്വേഷണത്തിൽ ഈ ചോദ്യപേപ്പർ ചോർത്തതുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകുകയും അതൊരു ക്രിമിനൽ കുറ്റമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് സർവകലാശാല ഉള്ളത്. ഇതിൽ ഇപ്പോൾ രജിസ്ട്രാർ പറയുന്നതനുസരിച്ച് ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് സംഭവിച്ചു. അതായത് പ്രിൻസിപ്പലിന് 1 മണിക്കൂർ മുമ്പാണ്, അതായത് 500-ൽ താഴെ വിദ്യാർത്ഥികളുടെ കോളേജിലേക്ക് 1 മണിക്കൂർ മുമ്പാണ് പരീക്ഷ ചോദ്യപേപ്പർ അയച്ചു കൊടുക്കുക. അത് പിന്നീട് പ്രിന്റ് എടുത്താണ് പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്ത ഒഫീഷ്യൽ മെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുത്ത ചോദ്യപേപ്പർ ഏതെങ്കിലും രീതിയിൽ ചോരണമെങ്കിൽ അത് പ്രിൻസിപ്പൽ അറിയാതെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് സർവകലാശാലയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. വിശദമായ അന്വേഷണം സിൻഡിക്കേറ്റ് സമിതി നടത്തുന്നുണ്ട്. അന്വേഷണത്തിന് ശേഷം തുടർ നടപടി, കർശന നടപടി ഉണ്ടാകും എന്നതാണ് രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള നിലവിൽ ഇപ്പോൾ ഡോക്ടർ വിൽസൺ വി എ നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഔദ്യോഗികമായ പ്രിൻസിപ്പലിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല. പക്ഷേ അനൌദ്യോഗികമായി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ ക്രമക്കേട് സംഭവിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് നൽകിയിട്ടില്ല. സമാനമായ, അതായത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ആ രീതിയിൽ പ്രചരിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ നിലവിൽ അവിടെ മെയിലിൽ വന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ അതുപോലെ പകർത്തി വാട്സാപ്പിലേക്ക് നൽകിയിട്ടില്ല എന്നതാണ് അനൌദ്യോഗികമായി പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ ഗ്രീൻവുഡ് കോളേജ് അധികൃതരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. പക്ഷേ സർവകലാശാല കൃത്യമായ അന്വേഷണം നടത്തി അതിൽ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. തുടർ നടപടി എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകും. അതിൽ പ്രിൻസിപ്പലിന് വീഴ്ച പറ്റിയെന്ന് തന്നെയാണ് സർവകലാശാലയുടെയും വിലയിരുത്തൽ. അതിൽ നടപടിയിലേക്ക് കടക്കുകയാണ് സർവകലാശാല ഇപ്പോൾ.